ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഞാൻ റൂമിലേക്ക് കയറി നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ കരണ്ട് പോകും. ആ കരണ്ട് പോയ കൂട്ടത്തിൽ തന്നെ സിയയുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും കേൾക്കും. അപ്പൊ തന്നെ ഞാൻ സിയയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലും. സിയ ആണെങ്കിലോ ഒരു മൂലക്ക് മാറി നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ ഓടി അടുത്തേക്ക് ചെല്ലും. എന്താ മോളെ, എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് പേടിയാകുന്നു. ഞാൻ ഹൈസ്കൂളിന് മുമ്പുള്ള ഒരു കാര്യവും എനിക്ക് ഇത്രയും നാള് ഓർമ്മയില്ലായിരുന്നു. അതൊക്കെ ഇപ്പോ എനിക്ക് കുറച്ചായിട്ട് ഓർമ്മ വന്നോണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ കാലഘട്ടത്തില് ഞാനും ഡാഡും കൂടി കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ എന്റെ ഡാഡ് മരിച്ചുപോയി. എന്റെ പഴയ ഓർമ്മകളും നശിച്ചു. ഇപ്പോഴേ അതെല്ലാം തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അതൊന്നും എനിക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ഏകദേശം ഒരു ഹണ്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടിരുന്ന് കരയും. ഇത് കാണുമ്പോ ഞാനും വല്ലാത്ത സങ്കടം വരും. നീ പേടിക്കണ്ട, നിന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എന്നും ഞാനുണ്ടാകും. താഴെയില്ലേ, നല്ല തണുപ്പാണ്, ഇവിടെ ഇരിക്കണ്ട, വാ ബെഡിലേക്ക് ഇരിക്കാന്നും പറഞ്ഞ് എഴുന്നേൽക്കും. പക്ഷേ ജിയക്കാണെങ്കിലോ വല്ലാണ്ട് പേടിയായിട്ട്, പ്ലീസ് നീ പോവരുത്, എന്റെ അടുത്ത് തന്നെ നിൽക്ക്, എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞ് ഒരുമാതിരി ശിവർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഞാനും ഒരു സങ്കടമൊക്കെ വന്ന് അങ്ങനെ അവളുടെ കൂടെ ഇരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ PA അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 5 ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചിലും ചെന്ന് അന്വേഷിച്ചു. ചൈനയിൽ മൊത്തം ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിൽ നിന്നും പല പല അഭിപ്രായങ്ങളാണ് വന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇതിൽ നിന്ന് എനിക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാനും പറ്റിയില്ല എന്ന് പറയും. ഇപ്പോ എംപ്ലോയീസിന്റെ ഒപ്പീനിയൻ അല്ലേ നീ കേട്ടത്? ഇനി എംപ്ലോയീസിന്റെ ഒക്കെ ഒരു ഹെഡ് ഉണ്ടാവില്ലേ, അവരുടെ കൂടി ഒപ്പീനിയൻ നീ അന്വേഷിച്ചറിഞ്ഞു വാന്നും പറഞ്ഞ് PAനെ പറഞ്ഞു വിടും. അതേ ടൈം സിയനെ കാണിക്കാണ്. പുള്ളിക്കാരി നൈറ്റ് ഹീറോ തന്റെ അടുത്ത് വന്നിരുന്നതും തന്നെ ആശ്വസിപ്പിച്ചതും എല്ലാം ഓർത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് പുള്ളിക്കാരിയുടെ PA അകത്തേക്ക് കയറി വരും. മിസ്റ്റർ ജിൻ റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞ ഫാബ്രിക്സ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നമ്മുടെ വെയർ ഹൗസില് തുണികളെല്ലാം ഇരിക്കുന്നുണ്ട്, അതെല്ലാം നനഞ്ഞുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് അവിടെ വെക്കാനായിട്ട് കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സിയയും ഒന്നാലോചിച്ചിട്ട്, എന്തായാലും മിസ്റ്റർ കിമ്മിന് വേണ്ടിയിട്ടല്ലേ അടുത്ത പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അയാളുടെ വെയർ ഹൗസിൽ നമുക്ക് ഇറക്കാനായിട്ട് പറയാം, അതാ നല്ലതെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് PA പോവാനായിട്ട് നിൽക്കുമ്പോ സിയ PAനെ സ്റ്റോപ്പ് ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഒരു ഫ്രണ്ട് റീസെന്റ് ആയിട്ട് എപ്പോഴും അവളുടെ ഫ്രണ്ടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പേര് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതിനൊരു ഡൗട്ടും ഇല്ല മാഡം, ഇതിനെയാണ് ലവ് എന്ന് പറയുന്നത്. ആ പെൺകുട്ടിക്ക് ആ പയ്യനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഓ അങ്ങനെയാണോ? അപ്പൊ എന്റെ ഫ്രണ്ടിന് അവളുടെ ഫ്രണ്ടിനോട് തോന്നിയ ഇഷ്ടം തിരിച്ചും ആ പയ്യന് എന്റെ ഫ്രണ്ടിനോട് ഉണ്ടോന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ മാഡം, അത് കുറച്ച് കഷ്ടമാണ്. ആൺകുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും ആ പെൺകുട്ടി വിചാരിച്ചാൽ അത് പുറത്ത് കൊണ്ടുവരാനും കഴിയും. ഓ അങ്ങനെയാണോ, അതെങ്ങനെയാണെന്ന് സിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് PAയുടെ അടുത്ത് ചോദിക്കും. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ആ പറഞ്ഞ ഫ്രണ്ട് സിയയാണെന്ന് PAക്ക് മനസ്സിലാകും. മാമിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ആ പയ്യനുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ പറ. അതല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരു മൂവി കണ്ടാലും മതി. അതും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി കാണണം. അങ്ങനെയുള്ള റൊമാൻറ്റിക് സീൻസ് ഒക്കെ കണ്ട അപ്പൊ തന്നെ പ്രപ്പോസൽ പോലും നടക്കും. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന പറയും. ഓ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണണമല്ലേ, നിനക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ മാഡം, റൊമാൻറ്റിക് മൂവി ഒന്നും ഞാൻ കാണാറില്ല. നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ഫ്രാൻസിസ് ഉണ്ടല്ലോ, പുള്ളിക്കാരനൊരു റൊമാൻറ്റിക് മൂവി അഡിക്റ്റ് ആണ്. അവന്റെ അടുത്ത് ചോദിച്ചാൽ നല്ല മൂവീസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ പോയിക്കോ, എന്നിട്ട് നല്ല റൊമാൻറ്റിക് മൂവിയുടെ പെൻഡ്രൈവ് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്നും പറഞ്ഞ് അപ്പൊ തന്നെ സിയ PAനെ പറഞ്ഞഴക്കും. അതേ ടൈം ഹീറോന്റെ PA ഹീറോന്റെ അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെഡിന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. പക്ഷെ എല്ലാവരും ഒരേപോലെയാണ് ആൻസർ പറയുന്നത്. അവിടെ എന്തോ ഒരു വലിയ സ്കാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാ എംപ്ലോയീസും ഒരേ ആൻസർ പറയുന്നത്. എന്തോ ഒരു വലിയ പ്രോബ്ലം ആ കമ്പനിയിൽ ഉണ്ടെന്ന് പറയും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്നാലും നമുക്ക് ആ കമ്പനിയിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പൈനെ ആ കമ്പനിയിലേക്ക് അഴക്കാൻ നോക്കുന്ന പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് PAയും അവിടെ നിന്ന് പോകും. അങ്ങനെ ഹീറോ വീട്ടിലിരിക്കുമ്പോ ഹീറോയിനകത്തേക്ക് കയറി വരും. ഓ നിന്റെ ജോബൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്നു, എന്തായാലും നല്ല സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുവായിരിക്കില്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മൂവി കണ്ടാലോ എന്ന്
ചോദിക്കും. ആ ഓക്കെ നമുക്ക് കാണാന്ന് ഹീറോയും പറയും. അങ്ങനെ സിയ ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു പെൺഡ്രൈവ് കണക്ട് ചെയ്ത് മൂവി കാണാനായിട്ട് ഇരിക്കും. അപ്പോഴാണ് അവിടെ വലിയൊരു സംഭവം നടക്കുന്നത്. ആക്ച്വലി ഈ ഫ്രാൻസിസിന്റെ അടുത്ത് വേറൊരു എംപ്ലോയി 18+ കണ്ടന്റ് ഉള്ള മൂവി വല്ലതും തരാനായിട്ട് പറയും. അയാളാണെങ്കിലോ ഹീറോയിന് കൊടുക്കാനായിട്ടുള്ള ആ മൂവിയുടെ പെൺഡ്രൈവും ഈ 18+ കണ്ടന്റ് ഉള്ള മൂവിയുടെ പെൺഡ്രൈവും ഒരേ സ്ഥലത്താണ് വെക്കുന്നത്. ഇതറിയാണ്ട് ഹീറോയിന്റെ PA വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആ 18+ കണ്ടന്റ് ഉള്ള പെൺഡ്രൈവ് ആണ്. അതാണിപ്പോ TV കണക്ട് ചെയ്ത് രണ്ടുപേരും കാണാനായിട്ട് ഇരിക്കുന്നതും. ആദ്യമൊക്കെ നോർമൽ ആയിട്ടാണ് പോകുന്നത്. അതിലാണെങ്കിലോ ആ ഹീറോയിൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കാണുമ്പോ ഇത് കണ്ടോ, ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഒരു മാച്ചിങ്ങും ഇല്ല, ടോപ്പും ബോട്ടവും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതാരാണാവോ ഡിസൈൻ ചെയ്തത്, അയാൾ എന്റെ കൈ കിട്ടിയ തലക്കിട്ടടിച്ച് ഞാൻ പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞ് മൂവി ഒരു മൂവി ആയിട്ട് കാണാണ്ട് അതിൽ തന്റെ പ്രൊഫഷനും കൂടി ആഡ് ചെയ്ത് മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഞാനും ഇതെന്ത് പെണ്ണാണെന്നുള്ള രീതിയിൽ സിയനെ തന്നെ നോക്കും. കുറച്ച് കഴിയുമ്പോ അതിലെല്ലാ സംഭവങ്ങളും മാറി 18+ കണ്ടന്റ് അങ്ങോട്ട് കയറി വരും. ഇത് കാണുന്ന ഞാനിനാണെങ്കിൽ ചിരി അടക്കാനേ പറ്റുന്നില്ല. എന്തായാലും റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണെന്നുള്ള രീതിയിൽ സിയനെ നോക്കും. സിയയുടെയും കൈയും കാലും ഒക്കെ വെറുതെ പെട്ടെന്ന് TV ഓഫ് ആക്കും. അയ്യോ എന്റെ എല്ലാ മനവും പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്നും മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ച് അതെനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്ത് മൂവിയാണെന്ന്. സോറി അറിയാണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. എന്തായാലും അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇവളുടെ ഈ റിയാക്ഷൻ ഒക്കെ കണ്ട് ഞാനിന് ചിരി അടക്കാനേ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, അതെല്ലാം നീ മായ്ച്ചു കളഞ്ഞേക്ക്. എന്തായാലും നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ, അതിൽ നിന്ന് റിലീഫ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആവാനായിട്ട് ട്രൈ ചെയ്യാന്നോ, അങ്ങനെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അന്ന് നമ്മുടെ ജിയയും പറയും. എന്നാലും അതെന്തായിരിക്കും എന്നും പറഞ്ഞ് ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്തോ റൊമാൻറ്റിക് ആയിട്ട് വലിയ സംഭവം നടക്കാൻ പോവാന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്. അതേ ടൈം സിയ നേരെ പോയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ തന്നെ പറ്റി എന്താണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്, തന്നോട് വല്ല ഫീലിങ്സും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡ്രിങ്ക്സിൽ എന്തോ ഒന്ന് കലക്കിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി വെക്കും. ഇത് കാണുമ്പോൾ ഞാനും ഇതിനാണോ ഇത്രക്ക് ബിൽഡപ്പ് കൊടുത്തതെന്നുള്ള രീതിയിൽ ആ പൊടി മിക്സ് ചെയ്യാത്ത ഗ്ലാസ് അങ്ങാട് കയ്യിലേക്ക് എടുത്ത് വെക്കും. ഇത് കാണുമ്പോൾ സിയ ഒന്ന് ഷോക്കാകും. അപ്പൊ തന്നെ ഞാനും എന്താ ചെയ്യാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്നും പറഞ്ഞ് ആ പൊടി മിക്സ് ചെയ്ത ഡ്രിങ്ക്സ് എടുത്ത് അങ്ങോട്ട് കുടിക്കും. അപ്പൊ തന്നെ ഞാനും ഇപ്പൊ നിനക്ക് സ്ട്രെസ് റിലീഫ് ആയോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് റിലീഫ് ആവാൻ, ഇപ്പോഴല്ലേ തുടങ്ങിയതെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി ഫുൾ ബോട്ടിലും അടിച്ചങ്ങോട്ട് തീർക്കും. പിന്നെ അങ്ങടെ അലമ്പ് തുടങ്ങുവാണ്. യോജിങ്ങാൻ, നീ എന്തൊരു ഹോട്ടാണടാ, നിന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നല്ല രീതിക്ക് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ഞാനും വല്ലാണ്ടൊക്കെ ആവുന്നുണ്ട്. എന്താ നീ കാണിക്കുന്നത്, മാറും പറഞ്ഞ് തള്ളി നീക്കാനായിട്ട് പോകുമ്പോ മിണ്ടരുത് നീ, എനിക്ക് നിന്നെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് ചെല്ലും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് PAയുടെ അടുത്ത് ഗ്രൂപ്പിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചോന്ന് ഞാൻ ചോദിക്കും. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് എവിഡൻസും കളക്ട് ചെയ്തിട്ടുണ്ട്. 3 മാസമായിട്ട് അവർ ഒരുപാട് ഫ്രോഡ് പണികൾ ആ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. അത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എംപ്ലോയീസിനെയൊക്കെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. എന്തായാലും ഞാൻ ചിന്തിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, എന്തായാലും ഇന്ന് തന്നെ ആ എവിഡൻസ് എല്ലാം പബ്ലിക് ആക്കിയേക്കെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാണ്ട് സിയ ആണെങ്കിലോ ഇന്ന് വരുന്ന ഫാബ്രിക്സ് എല്ലാം മിസ്റ്റർ കിമ്മിന്റെ ഗോഡൌണിലേക്ക് അയച്ചേക്ക്. ക്ലോത്ത്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് 2 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്തേക്കണം. ഇന്ന് എന്തായാലും മിസ്റ്റർ കിം നമ്മുടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. അപ്പോ നാളെ മുതൽ നമുക്ക് വർക്ക് തുടങ്ങേണ്ടതാന്ന് പറയും. ഓക്കെ മാഡം, ഞാൻ എന്തായാലും ക്രോസ് ചെക്ക് ചെയ്തേക്കാം. അല്ല മാഡം, ഞാൻ ഇന്നലെ ഒരുപാട് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, അത് മാഡത്തിന്റെ ഫ്രണ്ട് എക്സിക്യൂട്ട് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. എന്തിനാണ് ഇപ്പോ അത് ഓർമ്മിപ്പിക്കുന്നത്, എന്തായാലും ആ ഒരു പെൻഡ്രൈവ് എടുത്തുകൊണ്ട് പോയിക്കോന്ന് പറയും. എന്ത് പറ്റി മാഡം, എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. വലിയ പ്രോബ്ലം ഒന്നും പറ്റിയില്ല, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ കുടിച്ച് ബോധം ഇല്ലാണ്ടായി പോയി, അതുകൊണ്ട് തന്നെ നൈറ്റ് എന്താ നടന്നതെന്ന് പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അതിനെന്താ മാഡം, ആ ഫ്രണ്ട് അല്ലേ കുടിച്ച് ബോധം ഇല്ലാണ്ടായത്, ബോയ് ഫ്രണ്ടിന് എന്തായാലും ബോധം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോ ബോയ് ഫ്രണ്ടിനോട് ചോദിക്ക് ഇന്നലെ എന്താ നടന്നതെന്ന്, അപ്പോ അറിയാൻ പറ്റുമെന്ന് PAയും ഒരു ഐഡിയ എടുത്തിടും. ഈ കാര്യം ഞാൻ മറന്നുപോയല്ലോ, ഈ ഐഡിയ എന്തായാലും കൊള്ളാന്നും പറഞ്ഞ് പുള്ളിക്കാരി നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ ഞാൻ സിയനെ കണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അല്ല സിയാൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ നൈറ്റ് കുടിച്ച് ബോധം ഇല്ലാണ്ടായതിനു ശേഷം എന്താ ഇവിടെ നടന്നതെന്ന് ചോദിക്കും. നൈറ്റ് നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും അറിയണമെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വന്നറിയും. അങ്ങനെ സിയ അടുത്തേക്ക് വരുമ്പോ തന്നെ
തന്നെ സിയ ചെയ്ത പോലെയൊക്കെ ഞാനും ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നേരെ സിയയുടെ അടുത്തേക്ക് ചെല്ലും. ഓ യോജിങ്ങ, നീ എന്തൊരു ഹോട്ടാണടാ, നിന്നെ പോലുള്ള ഒരാളെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കിസ് ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഹീറോ കാണിച്ചു കൊടുക്കും. അയ്യേ, ഞാനിത് എന്ത് പണിയായി കാണിച്ചു വെച്ചേന്നും പറഞ്ഞ് സിയക്ക് തന്നെ വല്ലാത്തൊരു നാണമൊക്കെ വരും. അതേ ടൈം പിയെ വലിയൊരു പ്രോബ്ലം നടന്നു എന്നും പറഞ്ഞ് സിയയുടെ അടുത്തേക്ക് ഓടി വരും. 5 ഗ്രൂപ്പ് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്രോഡ് പരിപാടിയും ഇപ്പൊ പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ കമ്പനികൾക്കും വൻ നഷ്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ള ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് സിയ ഒന്ന് ഷോക്കായിട്ട്, അല്ല ഞാൻ അയച്ചു തന്ന എഗ്രിമെന്റ് നീ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു എന്ന് ചോദിക്കും. ആ മാഡം, കഴിഞ്ഞ ദിവസം നൈറ്റ് തന്നെ ആ ഫയല് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഇപ്പോ വേണമെങ്കിൽ അവര് ആ ഫയലില് സൈൻ ചെയ്ത് കാണുമെന്ന് പറയും. അയ്യോ, എല്ലാം പോയി, എന്റെ കയ്യിലുള്ള എല്ലാം പോയി എന്നും പറഞ്ഞ് സിയ പേടിച്ച് നേരെ 5 ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് ചെല്ലും. ഞങ്ങള് കഴിഞ്ഞ ദിവസം നൈറ്റ് അയച്ച ഫയല് സൈൻ ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. അയ്യോ മാഡം, ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പാണ് സാറിന്റെ അടുത്തേക്ക് കൊടുത്തു വിട്ടത്. ഇപ്പൊ വേണമെങ്കിൽ സാർ അതില് സൈൻ ചെയ്ത് കാണുമെന്നും പറഞ്ഞ് സിയനെ അവരാണെങ്കിൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം ഞാൻ നേരെ മിസ്റ്റർ കിമ്മിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലും. സിയയുടെ ഫയലില് നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല എന്നറിയും. എന്തുകൊണ്ട് സൈൻ ചെയ്യാൻ പാടില്ല? അല്ല, സിയയുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കും. ബന്ധമുണ്ടോ ഇല്ലയോ അതൊന്നും ഇവിടെ മാറ്ററയല്ല. ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു വലിയ കേസുണ്ട്. ആ ഒരു കേസിൽ പെട്ട് സിയനെ പോലെ ഒരുപാട് ഡ്രീമുള്ള പെൺകുട്ടിയുടെ ക്യാഷ് ഒന്നും നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞെന്ന് പറയും. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ക്യാഷ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ പേരിൽ ചെറിയൊരു കേസല്ലേ ഉള്ളൂ. ആ കേസെല്ലാം മാറി ഞാൻ ചിലപ്പോ ബാക്ക് ടു ഫോമിലേക്കും എത്താന്ന് പറയും. ഇപ്പൊ അതൊന്നും ഇവിടെ മാറ്ററയല്ല. ഇപ്പോ ഇത് ജസ്റ്റ് ഒരു ഗോസിപ്പ് മാത്രമാണ്. നീ എന്തൊക്കെ ഫ്രോഡ് പരിപാടികൾ കാണിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഈ ഗോസിപ്പ് ഞാൻ ആ എവിഡൻസ് പുറത്തു വിട്ട് കഴിഞ്ഞാല് അതൊരു വലിയ കേസായിട്ട് തന്നെ മാറും. നീ സിയുടെ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ എവിഡൻസ് എല്ലാം പബ്ലിക് ആക്കും. എന്ത് വേണം നീ തന്നെ തീരുമാനിച്ചെന്ന് അറിയും. ഇത് കേൾക്കുമ്പോ തന്നെ മിസ്റ്റർ കിമ്മും ഒന്ന് പേടിച്ച് ബാക്ക് അടിക്കും. ആ ടൈമിനാണ് സിയ അകത്തേക്ക് കയറി വരുന്നത്. സോറി മിസ്റ്റർ കിം, ഇവിടെ ചെറിയൊരു പ്രോബ്ലം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഈ കോൺട്രാക്ട് വേണ്ട. പിന്നീട് ഒരിക്കല് ഞാൻ നല്ലൊരു പ്രോജക്റ്റുമായിട്ട് വരാന്ന് പറയും. നല്ലൊരു ചാൻസ് ആണ് കയ്യിലിരുന്ന് വെച്ചത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നു. ഞാനും അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് മിസ്റ്റർ കിമ്മും പിന്മാറി നിൽക്കും. അങ്ങനെ ഞാനും വേറൊന്നും മിണ്ടാണ്ട് സിയനെയും കൂടി പുറത്തേക്ക് പോകും. ഈ ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് സിയനെ ഇത്രയ്ക്കും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് കിമ്മും ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ വിളിച്ച് യാനിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് പറയും. യാനിന് ഇനി ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ടാകുമോ? എന്തായാലും വരുന്ന പാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.